അപ്പൊ മുത്തുമണികളെ കൽമണികളെ ഷാജി പാപ്പനാണ് കൊല്ലം കരുനാഗപ്പള്ളി മൈനാപ്പള്ളി ഒരു 10 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന്റെ ദേഹത്തേക്ക് ചൂട് കഞ്ഞി ഒഴിച്ച് സ്വന്തം പിതാവ് പൊള്ളിച്ച ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കിയാൽ. കൊല്ലം മൈനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരനോട് പിതാവിന്റെ ക്രൂരത. കുട്ടിയെ പൊള്ളലേൽപ്പിച്ചിരിക്കുന്നു പിതാവ് എന്നുള്ളതാണ്. ചികിത്സയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ എത്തിപ്പിച്ചപ്പോഴാണ് കുട്ടി വിവരം പറയുന്നത്. സംശയം തോന്നി ഡോക്ടർ ചോദിച്ചപ്പോഴാണ് കുട്ടി പിതാവിന്റെ ക്രൂരതയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടിയെ ഇപ്പോൾ SIT ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. കൊന്നപ്പാപം തിന്നാ തീരുവന്നാടാ, അത് നീ അങ്ങ് ഉണ്ടാക്കിയിട്ട് തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടല്ലോ. നിന്റെയൊക്കെ മനസ്സ് എങ്ങനെ അനുവദിക്കുന്നതാ? സ്വന്തം ചോരെ പറഞ്ഞ് സ്വന്തം നീ ഉണ്ടാക്കിയ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അത് നിന്റെ ആണോ ഞാൻ ആരാണെന്ന് അറിയാൻ വയ്യ. അവിടെ പറയുന്നുണ്ട് നീയല്ല ചെയ്തത്, നീ സ്ഥലത്തില്ലായിരുന്നു. ആ കുഞ്ഞ് സ്വയം ചൂട് കഞ്ഞി എടുത്ത് ദേഹത്തേക്ക് ഒഴിച്ചതാ. ആ ഒരു സ്വയം കുഞ്ഞ് ദേഹത്തേക്ക് ആ കഞ്ഞി ഒഴിച്ചാൽ എങ്ങനെ അതിന്റെ പുറവശം വരെ പൊള്ളുന്ന ഒരു അവസ്ഥയായിട്ട് വരും. ആ കുഞ്ഞ് ഡോക്ടർമാരുടെ അടുത്ത് തുറന്നു പറഞ്ഞ് ഞാൻ അച്ഛൻ സ്വയം ചെയ്തതാണെന്ന് ആ കുഞ്ഞ് തുറന്നു പറയുന്നുണ്ട്. അതിനപ്പുറത്ത് ഇനി ഏത് തെളിവാ വേണ്ടത്? എടാ നിന്നെ ഒന്നും എന്താ പറയുന്നത്, കഞ്ചാവ് അടിച്ചതാണോ, നിന്റെയൊക്കെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? സത്യം പറയാൻ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു മേഖല. നമുക്ക് തന്നെ അറിയാം, 2 ദിവസം മുമ്പ് സ്വന്തം അമ്മയും രണ്ടാനച്ഛനും കൂടെ ചേർന്നുകൊണ്ട് 56 മുറിവോളം ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തെ വെരിയിച്ച് കൊന്ന ഒരു വാർത്ത നമ്മൾ കേട്ടിട്ട് 2 ദിവസമായതേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്കാണ് ദാണ്ട സ്വന്തം പിതാവ് തന്നെ 10 വയസ്സുള്ള കുഞ്ഞിന്റെ ദേഹത്തേക്ക് ചൂടുവെള്ളം കോരി ഒഴിച്ച് പൊള്ളിച്ച ഒരു അവസ്ഥ കൂടെ കയറി വരുന്നത്. ഇതൊക്കെ എങ്ങനെ മനസ്സ് വരുന്നുള്ള കാര്യം. ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് സത്യം പറഞ്ഞാൽ ഒരു തിരിച്ചറിവില്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. കാരണം അത്രയേറെ വിഷമം തോന്നുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ നേർക്ക് ഇങ്ങനെയൊക്കെ ഇത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ വരുന്ന കേൾക്കുമ്പോൾ തന്നെ, വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ നെഞ്ചു പടയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട്, പക്ഷെ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. സ്വന്തം മക്കളാണെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി ഇല്ലെങ്കിൽ ചെറിയൊരു വടിയൊക്കെ എടുത്ത് അടിക്കുന്നോണക്കാണോ ഈ സൈസ് പ്രവർത്തികൾ, ഈ ക്രൂരമായ മർദ്ദനങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിക്കണം. ഇതിന് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇല്ലെങ്കിൽ നമ്മുടെ VD സതീശൻ ഇതിനെ കർശനമായ നടപടികൾ എടുക്കണം. ഇതിനി നിസ്സാരമാക്കി കളയരുത്. കളഞ്ഞാൽ ഇതേപോലെ പ്രവർത്തികൾ കുഞ്ഞുങ്ങൾക്കെതിരെ കൂടി വരുന്നതല്ലാതെ കുറയാൻ സാധ്യതയില്ല.